മഴ കഴിഞ്ഞ് ആകാശം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കുമെന്ന് ആരോ എവിടോ പറയുന്നത് കേട്ടുണ്ട്. രാവിലെ തന്നെ മാനം കാണാൻ ഇറങ്ങിയതാണ് ഞാൻ. സത്യം പറഞ്ഞ സംഗതി കറക്റ്റ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ ആയിട്ട്. ഇടയ്ക്കൂടെ അമ്പിളിമാമനെ കണ്ടു കേട്ടോ. അധിക സമയം ഇവിടെ നിന്ന് മാനത്തിൻ്റെ ഭംഗി ആസ്വദിച്ചാൽ ഉച്ചയ്ക്ക് വയറ്റിലോട്ടൊന്നും പോകത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് നേരെ പോയി അരി അങ്ങോട്ട് അടുപ്പത്തിട്ടോ. ഇനി ഞാനൊരു കൂട്ടം കാണിക്കാവേ. ഞങ്ങൾക്ക് ആകെയുള്ളൊരു ഏത്തവാഴയായിരുന്നു കേട്ടോ. കൊല വരുന്നുണ്ടോ എന്ന് നോക്കി പ്രതീക്ഷിച്ചിരുന്നിട്ട് നമ്മുടെ വാഴ കുലച്ചു കേട്ടോ. അതാ 3 പടലയും വന്നിട്ടുണ്ടേ. മന്ദമാരുതൻ്റെ തലോടൽ ഇടയ്ക്കിടെ വരുന്നത് കൊണ്ട് ഒരൊത കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ വാഴ നിലംപതിക്കും കേട്ടോ. അപ്പോൾ താമസിക്കാതെ അത് ചെയ്യണം. ഇത് ഇന്നത്തേക്കുള്ള മീൻകറിക്കുള്ള മാങ്ങയാണ്. കട്ടൻ ചായ എടുത്തിട്ട് ഞാൻ വെളിയിൽ വന്നപ്പോഴുണ്ടല്ലോ, എന്നെ പോലെ മാനത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് അച്യുത ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അധിക സമയം നീങ്ങുന്ന ഇവിടെ നിന്നാലേ വല്ല പൂച്ചയുടെയും വയറ്റിലാവും. അതുകൊണ്ട് നമുക്ക് അകത്ത് പോയിരിക്കാം കേട്ടോ. മതി ഇവിടെ നിന്നിങ്ങനെ പ്രകൃതി ഭംഗിയാക്കി ആസ്വദിച്ചത്. ഈ സാധനത്തെ തൊടാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ കയറി കുത്തും. ഞാനുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. അതുകൊണ്ടാണേ ചോറ് കൊണ്ടുപോകാനുള്ള ഇലയൊക്കെ നമ്മൾ വെട്ടിവെച്ചു. അതിൽ നോക്കിക്കേ ജലഗണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കല്ലെങ്കിലും പണ്ടേ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്, വേറൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം ഞാൻ വന്നപ്പോഴും രാവിലത്തേതുപോലെ തന്നെ ആകാശത്തിന് അതിൻ്റെതായ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ചുവപ്പും നീലയും ഒക്കെ ചേർന്ന് എന്തോ ഒരു പ്രത്യേക ഭംഗി. രാവിലത്തെ ആകാശത്തിന് രാവിലത്തെ ഭംഗിയും, വൈകുന്നേരത്തെ ആകാശത്തിന് വൈകുന്നേരത്തെ ഭംഗിയും, ഉച്ചയ്ക്കത്തെ ആകാശത്തിന് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയും ഉണ്ടായിരിക്കും. ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ അകത്ത് വന്നപ്പോൾ ഒരു കൂട്ടം കണ്ടു കേട്ടോ. ഇതെന്താന്ന് വെച്ചാലേ ചേനയല്ല, കാച്ചിലല്ല, ചീനിയുമല്ല, പിന്നെന്താ അത്? നമ്മുടെ ചേമ്പില്ലേ, ചേമ്പിൻ്റെ നടാനെടുക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് പൂള് വെട്ടി നട്ടതിന് ശേഷം അതിൻ്റെ മാംസളമായ കുറച്ച് ഭാഗം നമ്മൾ മുറിച്ച് വെക്കും കൂട്ടാൻ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ മെനങ്ങാന്നൊക്കെ നല്ല മഴ കിട്ടിയതുകൊണ്ട് നമ്മൾ ചേമ്പും ചേനയൊക്കെ നട്ട് കേട്ടോ. അപ്പം നടാനെടുത്തതിൻ്റെ ബാക്കി നമ്മൾ മുറിച്ച് വെച്ച ഭാഗമാണ് ഈ പുഴുങ്ങിയെടുത്തത്. ചില ഭാഗങ്ങളൊന്നും വേവൂല കേട്ടോ, ചിലത് ചൊറിയുകയും ചെയ്യും. പക്ഷേ ഇന്നെന്തോ നമ്മൾ പുഴുങ്ങാനെടുത്ത ഭാഗത്തിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്കിന് റെഡിയായിരുന്നു കേട്ടോ. ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ടാറ്റാ.